ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 10 വർഷത്തെ ഭരണം കഴിഞ്ഞ് ഇറങ്ങുന്ന അവസരത്തിൽ കേരളത്തിൻ്റെ കടബാധ്യത ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ പോയി എന്നാണ് ധവളപത്രത്തിൽ പറയുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം അവസാനിക്കുന്ന അവസരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA കൊടുക്കാനുണ്ട്. അതേപോലെ തന്നെ പെൻഷൻകാരുടെ DA കൊടുക്കാനുണ്ട്. അതേപോലെ അവരുടെ സറണ്ടർ ലീവ് കൊടുക്കാനുണ്ട്. മരവിപ്പിച്ചിരിക്കുകയായിരുന്നു, സറണ്ടർ ലീവ് കൊടുക്കാനുണ്ട്. അങ്ങനെ മറ്റ് എല്ലാം കൂടെ ഏകദേശം 48,773 കോടി രൂപയുടെ ബാധ്യതയാണ് പുതിയ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത്. അതിൽ അരിയർ DA, ഉദ്യോഗസ്ഥരുടെ DAയും പെൻഷൻകാരുടെ സമാശ്വാസവും ഏകദേശം 35,000 കോടിക്ക് മുകളിൽ വരും. അത് കൊടുക്കാൻ ഉത്തരവ് കൂടി ഇറക്കിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് രാജിവെച്ച് ഒഴിഞ്ഞു പോയത്. ഇവിടെ 2-3 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ മൊത്ത വരുമാനത്തിൻ്റെ, അതായത് സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനത്തിൻ്റെ ക്കാൾ കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും പെൻഷനും അതേപോലെ തന്നെ പലിശയും കൊടുക്കേണ്ട ഒരവസ്ഥയിൽ കേരളം എത്തി നിൽക്കുകയാണ്. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നികുതി വിഹിതം കൂടെ ചേർക്കുന്ന അവസരത്തിൽ കേരളത്തിൻ്റെ മൊത്തം റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഏകദേശം 77% നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ 77% ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം, ഉദ്യോഗസ്ഥരുടെ പെൻഷൻ, അതേപോലെ തന്നെ ഇൻട്രസ്റ്റും മാത്രം കൊടുക്കാൻ വേണ്ടി വരുമെന്നാണ് ധവളപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ തനത് വരുമാനം നോക്കുന്ന അവസരത്തിൽ മൊത്തം തനത് വരുമാനം കൊണ്ട് പോലും ഈ 3 ആവശ്യങ്ങൾ നേടുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ ചെലവുകൾ നടത്താൻ കഴിയാത്ത അവസ്ഥയിലെത്തി നിൽക്കുകയാണ് കേരളം. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന കേന്ദ്ര വിഹിതവും അതേപോലെ തന്നെ വായ്പയും കടമെടുത്തുമാണ് ഗവൺമെൻറ് ഈ 3 അനിവാര്യ ചെലവുകൾക്ക് പണം കണ്ടെത്തേണ്ടത്. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന തുകയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നത്. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയായിട്ട് ധവളപത്രം പറയുന്നതും അതേപോലെ തന്നെ പേപ്പറുകൾ വരുന്ന റിപ്പോർട്ടും അതുപോലെ നമുക്ക് പഠിക്കാനും കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് 2026-27 പുതുക്കിയ ബഡ്ജറ്റ് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അടുത്ത 19-ാം തീയതി അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നത്. എങ്ങനെ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയും എന്നുള്ളത് ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുകയുള്ളൂ. 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ബഡ്ജറ്റിലെ ധനവിഭവ സമാഹരണം കൊണ്ടും അല്ലെങ്കിൽ ധനവിനിയോഗം കൊണ്ടും മാത്രം പരിഹരിക്കാൻ പറ്റുന്നതല്ല കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി. ധനവിഭവ സമാഹരണത്തിലും ധനവിനിയോഗത്തിലും വ്യക്തമായ ലക്ഷ്യവും വ്യക്തമായ നയവും രൂപീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലികമായ ഒരു പരിഹാരം കാണാൻ കഴിയും. ഇവിടെ ധനസമാഹരണം മാത്രമല്ല, ധനവിനിയോഗത്തിലും അതേപോലെ തന്നെ ഭരണകാര്യങ്ങളിലും അതേപോലെ രാഷ്ട്രീയ കാര്യങ്ങളിലും ഒരു ധാരണയിൽ എത്തിക്കൊണ്ട് ഗവൺമെൻറ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാനും ഒരു മെച്ചപ്പെട്ട ഭരണം ജനങ്ങൾക്ക് നൽകുവാനും ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനുവേണ്ടി ഗവൺമെൻറ് ചെയ്യേണ്ടുന്നത് ബഡ്ജറ്റിൽ വ്യക്തമായ വികസന നയം രൂപീകരിക്കുക, വ്യക്തമായ ധനവിഭവ സമാഹരണം നടത്തുക, അതേപോലെ തന്നെ വ്യക്തമായ ധനവിനിയോഗം അല്ലെങ്കിൽ ധനവിനിയോഗം സംബന്ധിച്ച് വ്യക്തമായൊരു നയരൂപീകരണം നടത്തുക. അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായിട്ടുള്ള ഒരു ഫിസ്ക്കൽ സഹകരണത്തിന് വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുകയും വേണം. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായിട്ട് ഒരു ഏറ്റുമുട്ടലിന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഫിസ്ക്കൽ ഫെഡറലിസം, അതായത് കേരളത്തിൻ്റെ നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറഞ്ഞതുപോലെ ഒരു ഫിസ്ക്കൽ സഹകരണത്തിന് വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദീർഘവീക്ഷണത്തോടുകൂടി പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും. ഇവിടെ 2 കാര്യങ്ങൾ കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് പഞ്ചവത്സര പദ്ധതിയും വാർഷിക പദ്ധതിയും വേണ്ടത്ര രീതിയിൽ രൂപീകരിക്കുന്നില്ല, നടപ്പിലാക്കുന്നില്ല. കാരണം നമ്മുടെ മൊത്തം ബഡ്ജറ്റിലെ വാർഷിക പദ്ധതിയുടെ വിഹിതം താഴോട്ട് വരികയാണ്. 21-22 20% 25-26 ആയപ്പോഴേക്കും അത് 16% കുറയുകയാണ്. അതിന് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അതായത് വാർഷിക പദ്ധതിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് വികസന സമീപനത്തിൽ ഒരു മാറ്റം ഐക്യജനാധിപത്യ മുന്നണി കൊണ്ടുവരും നമുക്ക് വിശ്വസിക്കാം. അതേപോലെ തന്നെ കിഫ്ബിയുടെ പ്രവർത്തനവും നമ്മുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്കും വളർച്ചയ്ക്കും ക്രമേണ ഒരു പരിഹാരം കാണാൻ കഴിയും എന്നതായിരിക്കണം 2026-27 ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ്. സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പം 2000 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണി അതേപോലെ തന്നെ ഇടത് ജനാധിപത്യ മുന്നണിയും അവരുടെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ പറഞ്ഞത് മാസം 3000 രൂപയായിട്ട് ഉയർത്താൻ എന്നാണ്. പക്ഷേ 3000 രൂപയായിട്ട് ഉയർത്തുന്നത് നല്ലതാണ്. പക്ഷേ 2000-ൽ നിന്നും ഒറ്റ പ്രാവശ്യമായിട്ട് 3000-ലേക്ക് ഉയർത്താനുള്ള സാമ്പത്തിക ശേഷി കേരള ഗവൺമെൻറ് ഇന്നുണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള 3-4 പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. വനിതകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര, അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ 3000 ഉയർത്തും, അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ലൈഫ് ഇൻഷുറൻസ് പദ്ധതി, അതേപോലെ തന്നെ മറ്റു കോളേജ് വിദ്യാർത്ഥികൾക്ക് മാസം 1000 രൂപ കൊടുക്കുന്നത്, അതെല്ലാം കൂടെ ചേർക്കുന്ന അവസരത്തിൽ ക്ഷേമ പെൻഷൻ 2000-ൽ നിന്നും ഒറ്റ അടിക്ക് 3000-ലേക്ക് ഉയർത്താനുള്ള ഒരു സാമ്പത്തിക ശേഷി കേരള ഗവൺമെൻറ്റിന് ഇല്ല എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതെങ്ങനെ ഗവൺമെൻറ് തരണം ചെയ്യും എന്നത് ബഡ്ജറ്റ് അവതരണത്തിൽ കൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും.